ശ്രീ ആർ വി ബാബു, വലിയ ഞെട്ടിക്കുന്ന കൊള്ള തന്നെയാണ്, അതിൻ്റെ കണക്കുകൾ തന്നെയാണ് ദിവസവും വരുന്നത്. പക്ഷേ അന്വേഷണം മന്ദഗതിയിൽ പോകുന്നു എന്നുള്ള തുടക്കത്തിലെ വിമർശനം ഇപ്പോഴും അങ്ങനെ തന്നെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത SITക്ക് മേൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദം ഇപ്പോൾ ഏറി വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണോ ഇതിൻ്റെ കൂടുതൽ വ്യാപ്തിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിനെത്താൻ സാധിക്കാത്തത്? അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ച് ഹൈക്കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങളുടെ കച്ചിത്തുരുമ്പിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോ അന്വേഷണ സംഘത്തെ ന്യായീകരിക്കുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘം ശരിയായ ദിശയിലാണ് പോകുന്നത്, തൃപ്തികരമാണ്, അന്വേഷണത്തിൽ ജാമ്യം കിട്ടി പുറത്തുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം പ്രതികൾ രക്ഷപ്പെടും എന്നാരും വിചാരിക്കേണ്ട, ഞങ്ങളിത് കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഹൈക്കോടതിയുടെ ഈ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുകയും അന്വേഷണത്തെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന ഹൈക്കോടതി തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിന് ഈ അന്വേഷണ സംഘത്തെ സംശയിക്കണം എന്ന് പറയുന്ന ആളുകൾ അവര് പക്ഷേ ഹൈക്കോടതി അടക്കം മറുപടി പറയേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അവിടെ ഹൈക്കോടതിക്ക് ആ കാര്യങ്ങളെ കൊണ്ടുള്ള മൗനം ഹൈക്കോടതി തുടരുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതേ ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച്, ജാമ്യ ഹർജി പരിഗണിക്കുന്ന ബെഞ്ച്, വളരെ നിശിതമായ രീതിയിൽ അന്വേഷണ സംഘത്തെ വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? ഇപ്പോ അന്വേഷണം യഥാർത്ഥത്തിൽ ഈ ശബരിമല കൊള്ളയുടെ അന്വേഷണം തന്ത്രിയുടെ അറസ്റ്റോട് കൂടി നിലച്ചു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം ഒരു അറസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു അന്വേഷണം മുന്നോട്ട് എവിടെയും പോകുന്നില്ല. നീട്ടിവലിച്ച് പല സ്ഥലങ്ങളിലേക്കും അന്വേഷണത്തെ കൊണ്ടുപോവുക എന്നുള്ള ഒരു സാഹചര്യം SIT മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ്. ഇപ്പോ രമേശ് ചെന്നിത്തല ഒരാളുടെ പേര് പറഞ്ഞു, ഡിണ്ടിഗൽ മണി എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞു. ആ ഡിണ്ടിഗൽ മണിയുടെ പുറകെ ഒരാഴ്ച കാലം പോയി. പിന്നീട് ഡിണ്ടിഗൽ മണിക്ക് ഇതിൽ ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അവസാനിച്ചു. അപ്പൊ ഇങ്ങനെ അന്വേഷണ സംഘത്തിന് കൃത്യമായ ഒരു ദിശാബോധം ഇല്ല എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന കാര്യം. ഇപ്പോ SIT തന്നെ ഹൈക്കോടതിയിൽ ശ്രീ വാസുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴോ അതോ പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴോ എന്ന് വ്യക്തമല്ല. എന്നാൽ ആ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് SIT ഹൈക്കോടതിയിൽ പറഞ്ഞത് ഈ ദ്വാരപാലക പീഠം നഷ്ടപ്പെട്ടതും അതേപോലെ കട്ടിളപ്പാളി നഷ്ടപ്പെട്ട കേസിലും മൊത്തം 3-2-5 നിർണായകമായ പ്രതികൾ ഉണ്ട്, നിർണായകമായ ചില വ്യക്തികളുണ്ട്. അവരെ കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അവരുടെ കാര്യം കൊണ്ട് അന്വേഷിച്ചാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാവൂ എന്ന് പറഞ്ഞത് SIT ആണ്. ആ 5 പേരാരൊക്കെയാണ്? അവരെ സംബന്ധിച്ചുള്ള അന്വേഷണം എവിടെ എത്തി? ഇതിനെക്കുറിച്ചൊന്നും SITക്ക് ഒന്നും പറയാനില്ല ഇപ്പോഴും. SIT ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് അടൂർ പ്രകാശും പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധം, അടൂർ പ്രകാശ് വഴിയെ സോണിയാഗാന്ധിയെ പരിചയപ്പെടുത്തുന്നതും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് മറ്റാർക്കും കിട്ടാത്ത സൗഭാഗ്യം പോറ്റിക്ക് കിട്ടുന്നത് ഈ അടൂർ പ്രകാശിലൂടെയാണ് എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായി. അതേപോലെ ആന്റോ ആന്റണിയുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ ഈ പറയുന്ന തരത്തിൽ പോറ്റി എന്ന് പറയുന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും കേന്ദ്രബിന്ദുവായി പ്രവർത്തിച്ച കൊള്ള സംഘത്തിന്റെ നേതാവിന് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ചർച്ച. ഇതേ അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ഈ തരത്തിൽ മണിക്കൂറോളം ചോദ്യം ചെയ്യാത്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു തവണ ചോദ്യം ചെയ്തു, അത് രഹസ്യമായിട്ട് ചോദ്യം ചെയ്തേ. കാരണം കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് പുതിയ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്ന് മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രന് ഈ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നും പോറ്റിയുടെ വീട്ടിൽ പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട് എന്നും ഇതിനകം തന്നെ പുറത്തു വന്ന വാർത്തകളിലൂടെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന SIT കടകംപള്ളി സുരേന്ദ്രനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഒരു പ്രഹസനമാക്കി മാത്രം തീർത്ത് വെറുതെ വിട്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ അന്വേഷണ സംഘത്തിന്റെ മറ്റൊരു വശം ഞാൻ പറയാം. ഈ അന്വേഷണ SIT തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ 2025 ഈ ദ്വാരപാലക പീഠം കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട്, അതാണല്ലോ കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യം തന്നെ. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് അങ്ങനെയാണ് വരാനിടയായത്. അത് ഈ ഹൈക്കോടതി തന്നെ പറഞ്ഞത് എന്താണ്? ഇത് 2019 കൊള്ളയെ മറയ്ക്കാൻ വേണ്ടിയാണോ യഥാർത്ഥത്തിൽ 2025 പരിശ്രമം നടന്നത് എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ഹൈക്കോടതി അത് പറഞ്ഞു എന്ന് മാത്രമല്ല, SIT കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയുകയുണ്ടായി, ഈ തിരുവാഭരണം കമ്മീഷണർ, ഇപ്പോഴത്തെ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞു, അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസ്, പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിന് ഈ സ്വർണം പൂശാനുള്ള വൈദഗ്ധ്യം ഇല്ല, അവർക്ക് അതിനുള്ള എക്സ്പെർട്ടീസ് ഇല്ല
എന്ന് രേഖപ്പെടുത്തിയ അതേ തിരുവാഭരണം കമ്മീഷണർ 8 ദിവസത്തിനുള്ളിൽ അഭിപ്രായം മാറ്റി രേഖപ്പെടുത്തിയത്. തിരുവാഭരണം കമ്മീഷണർ എന്തുകൊണ്ടാണ് തന്റെ മുൻ അഭിപ്രായത്തിൽ നിന്നും മാറിയത്? SIT വല്ല ഉത്തരവും കിട്ടിയിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച്? ഇല്ല. SITക്ക് ഈ സ്വർണം നഷ്ടപ്പെട്ട തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആകെ 500-600 ഗ്രാം സ്വർണ്ണമാണ് SITക്ക് ഈ 4.5 കിലോ 5 കിലോ സ്വർണം നഷ്ടപ്പെട്ടതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇതേ സ്വർണം തന്നെയാണെന്ന് തന്നെ വ്യക്തമല്ല. അപ്പൊ ഇങ്ങനെ SITയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഒരു ഇരുട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ്. വെറുതെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എന്തൊക്കെയോ തങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി പൊതുസമൂഹത്തെ കബളിപ്പിക്കുന്നതാണ് ഇത്രയും 120 ദിവസത്തോളമായിട്ട് SITയുടെ അന്വേഷണത്തിന്റെ ബാക്കി പത്രം അതാണ്. അതുകൊണ്ടാണ് SIT കൃത്യമായൊരു കുറ്റപത്രം പോലും തയ്യാറാക്കാനാവാത്തത്. കാരണം SITയുടെ കാര്യം ഈ പറയുന്ന പോലെ മല എലിയെ പ്രസവിച്ച പോലെ വലിയ തോതിൽ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഈ പറയുന്ന കൃത്യമായ ഒരു കാര്യവും കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. SIT ഇരുട്ടിൽ തപ്പുകയാണ്. അതെ, ഒരു മാത്രമല്ല SITക്ക് വ്യക്തമായി സമർപ്പിക്കുന്നതിലടക്കം